LDF-ൽ ചേർന്ന് നിൽക്കുന്നതിന്റെ ഒരു ഉപകാരം തിരിച്ചു കിട്ടുന്നില്ല എന്ന തോന്നൽ അണികൾക്കുണ്ടോ? പ്രത്യേകിച്ച് പാലയിലെ തോൽവി, അതിനപ്പുറത്തേക്ക് ഈ പാല മുനിസിപ്പാലിറ്റിയിൽ LDF-ഉം ഈ CPI-യുമായുള്ള ഭിന്നത, ഈ പ്രശ്നങ്ങളെല്ലാം ഇത്തരത്തിൽ UDF-ലേക്ക് ചേക്കേറിയേക്കുമെന്ന അഭ്യൂഹത്തിന് ശക്തി പകർന്നു എന്നൊരു വിലയിരുത്തൽ കേരള കോൺഗ്രസിനുണ്ടോ? കേരള കോൺഗ്രസ് നേതൃത്വത്തിന്, പ്രത്യേകിച്ചും ജോസ് കെ മാണി അടക്കമുള്ളവർക്ക് വലിയൊരു അതൃപ്തിയൊന്നും നിലവിലില്ല. കാരണം അദ്ദേഹത്തിന് രാജ്യസഭാ സീറ്റ് നൽകിയൊരു സാഹചര്യം നിലവിലുണ്ട്. അതിനപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി, അതോടൊപ്പം തന്നെ താഴെത്തട്ടിലെ ചില അണികൾ, അവർക്കും ഇതിലൊരു അതൃപ്തിയുണ്ട്. അതായത് LDF-ന്റെ നിലപാടിനോട് ചില അതൃപ്തിയുള്ള ആളുകൾ കേരള കോൺഗ്രസ് എമ്മിനകത്തുമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർ ആ സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് ഈ ഒരു ചർച്ചകൾ UDF-ലേക്ക് മടങ്ങിപ്പോകണമെന്നുള്ളൊരു ചർച്ചകൾ അവരാണ് കൂടുതലായിട്ടും പുറത്തേക്ക് ഉന്നയിക്കുന്നത്. എന്നാൽ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് നിലവിൽ അത്തരത്തിലുള്ള ഒരു ചർച്ചകളോ അല്ലെങ്കിൽ ഒരു നീക്കങ്ങളോ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ചോദിച്ച് വാങ്ങാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കേരള കോൺഗ്രസ് നേതൃത്വം എത്തിയിട്ടുണ്ട്. ആ ഒരു പ്രശ്നത്തിൽ തട്ടി വലിയൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുകയാണെങ്കിൽ മാത്രമേ LDF-ൽ നിന്നും UDF-ലേക്ക് പോകാനുള്ള ഒരു ചർച്ച കേരള കോൺഗ്രസ് എമ്മിൽ ഉണ്ടാകൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഈ പുതിയ വാർഡ് വിഭജനമൊക്കെ വന്നപ്പോൾ കൂടുതൽ സീറ്റുകൾ കേരള കോൺഗ്രസ് എമ്മിന് മധ്യ കേരളത്തിലും പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിലടക്കം ലഭിക്കുമെന്ന് തന്നെയാണ്. അതിന് LDF തയ്യാറായാൽ, LDF-ൽ അതൊരു ധാരണയായി മുന്നോട്ട് വരികയാണെങ്കിൽ ഉടനൊന്നും കേരള കോൺഗ്രസ് LDF വിട്ട് UDF-ലേക്ക് പോയേക്കില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രശ്നങ്ങൾ സീറ്റ് വിഭജനത്തിൽ ഉണ്ടായാൽ ഒരുപക്ഷേ ഈ പറഞ്ഞതുപോലെ UDF-ലേക്ക് ചേക്കാറാനുള്ള ചർച്ചകളൊക്കെ നടന്നേക്കാനും വഴിയുണ്ട്. എന്തായാലും നിലവിൽ പൂർണ്ണമായും ഈ വാർത്തകളെയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങളെയും കേരള കോൺഗ്രസ് നേതൃത്വം തള്ളിക്കളയുകയാണ്. സുഹൈൽ, ടോബി, ഈ അഭ്യൂഹങ്ങൾക്ക് പിന്നിൽ ആരാണ് എന്നൊരു സൂചന ഇപ്പോൾ ഈ കേരള കോൺഗ്രസ് നേതൃത്വം നൽകുന്നുണ്ടോ? പ്രത്യേകിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം അവരുടെ സ്ഥാനാർത്ഥിക്കേറ്റ തോൽവി നമ്മൾ പരിശോധിച്ചാണ്. അങ്ങനെ LDF-നോട് ചേർന്നതിൽ അണികൾക്കൊരു യോജിപ്പില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് പല തെരഞ്ഞെടുപ്പ് ഫലങ്ങളും ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും ഈ വലതുമാർ ഇടത് ചവിട്ടി വീണ്ടും വലത്തോട്ടേക്ക് പോകുന്നുവെന്ന അഭ്യൂഹങ്ങൾ പരത്തുന്നതിന് പിന്നിൽ ആരെന്ന രീതിയിലൊരു സൂചന കേരള കോൺഗ്രസ് നേതൃത്വം നൽകുന്നുണ്ടോ? സ്റ്റീഫൻ ജോർജ് പറയുന്നുണ്ട്. കേരള കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരു വിലയിരുത്തൽ ഇപ്പോൾ അത് ജോസഫ് വിഭാഗത്തിനുള്ളിൽ നിന്ന് തന്നെ പുറത്തു വരുന്ന ചില നീക്കങ്ങളായി തന്നെയാണ് അവർ കണക്ക് കൂട്ടുന്നത്. അതിനപ്പുറത്തേക്കൊരു വിലയിരുത്തലിലേക്ക് അവർക്ക് നിലവിലെത്താൻ സാധിക്കുന്നില്ല. കാരണം പാർട്ടി ഒന്നടങ്കം ഉറച്ച് LDF-നൊപ്പം നിൽക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംശയത്തിൻ്റെ മുന നീളുന്നത് ജോസഫ് വിഭാഗത്തിലേക്ക് തന്നെയാണ്. ജോസഫ് വിഭാഗം എന്തെങ്കിലും മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിലേക്ക് പോയത് എന്നാണ് അവർ സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ, പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം റബ്ബർ ബോർഡിന് മുന്നിൽ നടത്തിയ ആ കർഷക മാർച്ച് അതൊരു വലിയ വിജയമായി എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ കൂടുതൽ ആളുകൾ പങ്കെടുത്ത ഒരു വലിയ സമരം നടത്താൻ സാധിച്ചത് കേരള കോൺഗ്രസ് എം എന്ന പാർട്ടിയുടെ ശക്തി വിളിച്ചോതുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ UDF-ലെയും കോൺഗ്രസിലെയും ചില ആളുകൾക്ക് കേരള കോൺഗ്രസ് എമ്മിനെ മടക്കി കൊണ്ടുവരണമെന്ന് ചില ആലോചനകൾ ഉണ്ടായിട്ടുണ്ടാകാം. അവരും ഈ ഒരു വാർത്തയ്ക്ക് പിന്നിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്ക് പിന്നിൽ ഉണ്ടാകുമെന്നാണ് കേരള കോൺഗ്രസ് എം വിലയിരുത്തുന്നത്. എന്തായാലും നിലവിൽ അത്തരത്തിലുള്ള ഒരു ചർച്ചകളും ആരുമായി നടന്നിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ചർച്ചകൾ നടന്നിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് ആരുമായിട്ടാണ്, എവിടെ വെച്ചാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ തുറന്നു പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സഭാ നേതൃത്വം ഇടപെട്ടിട്ടുണ്ട് എന്ന് ചില അഭ്യൂഹങ്ങൾ കേട്ടിരുന്നു. എന്നാൽ സഭാ നേതൃത്വം തങ്ങളുമായിട്ടോ അല്ലെങ്കിൽ ജോസ് കെ മാണിയുമായിട്ടോ ആരുമായിട്ടും ഒരു ചർച്ച നടത്തിയതായിട്ട് ഇതുവരെ അറിവുകളൊന്നുമില്ല എന്നാണ് കേരള കോൺഗ്രസ് എം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും കേരള കോൺഗ്രസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ പ്രവചനങ്ങൾ ഇക്കാര്യത്തിൽ നടത്താൻ സാധിക്കില്ല. വരും ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് അത് കേരള കോൺഗ്രസ്സുകാരുടെ ചരിത്രം നോക്കിയാൽ തന്നെ നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ LDF വിട്ട് മറ്റൊരു മുന്നണിയിലേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല എന്ന് തന്നെയാണ് ജോസ് കെ മാണി വിഭാഗം പറയുന്നത്. സ്വാഭാവികമായും UDF-ലേക്ക് ഇവർ വരുമ്പോൾ ജോസഫ് ഗ്രൂപ്പാണെന്ന വിലയിരുത്തൽ എത്രത്തോളം യുക്തിഭദ്രമാണ് ടോബി? കാരണം കടുതുരുത്തി സീറ്റ് അടക്കം ഈ മാണി ഗ്രൂപ്പ് ചോദിച്ചേക്കും. അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം UDF-ലേക്ക് വരുന്നുവെന്ന വാർത്ത ജോസഫ് ഗ്രൂപ്പ് പ്രചരിപ്പിക്കുന്നു, ജോസഫ് ഗ്രൂപ്പാണ് ഇതിന് പിന്നിലെന്ന് പറയുന്നതിൻ്റെ ഒരു യുക്തി എത്രത്തോളമാണ് ടോബി, പ്രത്യേകിച്ച് കോട്ടയം രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ?
സുഹൈൽ, അതൊരു വിവാദമാക്കി മാറ്റാനുള്ള ഒരു നീക്കം തന്നെയാണ് നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ജോസഫ് വിഭാഗം നേരിട്ട് ഇത്തരത്തിലുള്ളൊരു പ്രചാരണം നടത്തുന്നു എന്നുള്ളതല്ല. ആ കാര്യത്തിൽ, അതായത് ജോസ് കെ മാണി വിഭാഗം വരുന്നതിൽ എതിർപ്പുള്ള ഒരു കൂട്ടരാണ് ജോസഫ് വിഭാഗം. കാരണം അങ്ങനെ ജോസ് കെ മാണി വിഭാഗം വന്നു കഴിഞ്ഞാൽ UDF-ലുള്ള അവരുടെ പ്രസക്തി നഷ്ടപ്പെടുമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ അതിനെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ജോസ് കെ മാണി വിഭാഗം വരേണ്ടതില്ല എന്ന് തന്നെയാണ്. അവിടെയാണ് കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു സമരത്തിൻ്റെ പ്രസക്തി കൂടുതൽ ഈ ഒരു ചർച്ചയാക്കി ഈ പ്രശ്നത്തെ മുടക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജി ആയിരിക്കാം ഒരുപക്ഷെ അവർ ആലോചിക്കുന്നത്. എന്തായാലും അക്കാര്യത്തിലൊന്നും ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും മോൻസ് ജോസഫ് അടക്കമുള്ളവർ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ആ തരത്തിൽ, അതായത് ജോസ് കെ മാണി വിഭാഗത്തെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ ഒരു തരത്തിലുള്ള ചർച്ചകളും UDF-ൽ നടന്നിട്ടില്ല, അങ്ങനെ നടക്കുകയുമില്ല. ജോസ് കെ മാണി നിലപാട് വ്യക്തമാക്കട്ടെ, അതിനുശേഷം നമുക്ക് തീരുമാനിക്കാമെന്നാണ് മോൻസ് ജോസഫും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ UDF നേതൃത്വം അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം മയപ്പെട്ടിട്ടുള്ള ആ ഒരു കാര്യം കൂടി എടുത്ത് പറയേണ്ടതാണ്. നമുക്ക് നേരത്തെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നൽകിയ ബൈറ്റിൽ പ്രതികരണത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്, അതായത് ഇത് പാകമായി വരുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. നേരത്തെ UDF-ലേക്ക് ജോസ് കെ മാണി വിഭാഗം വരേണ്ടതേ ഇല്ലെന്ന് പറഞ്ഞിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കോൺഗ്രസിലെ ചില നേതാക്കളും ആ നിലപാടിൽ ഇപ്പോൾ ആ നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങളോ ചർച്ചകളോ വരും ദിവസങ്ങളിൽ നടത്തുമോ അല്ലെങ്കിൽ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ് ആലോചിക്കേണ്ടത്, അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയേണ്ടതും കോൺഗ്രസ് നേതൃത്വം തന്നെയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത ഈ വിഷയത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സുഖേ.